ഇസ്രായേൽ ഹമാസ് വീണ്ടും ഇവർക്കിടയിൽ പ്രശ്നം. ഈ പ്രശ്നം ഒരു യുവതിയുടെ ശരീരം നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയില്ല, പകരം മറ്റൊരു ഡെഡ് ബോഡിയാണ് തന്നത്, ഇങ്ങനെ ഇസ്രായേൽ പറഞ്ഞു. പക്ഷെ ഇതല്ല പ്രശ്നം. 2 കുഞ്ഞുങ്ങളെ കൊന്നു. ഇതാണിപ്പോ വലിയ പ്രശ്നമായി മാറിയത്. ഇത് പറഞ്ഞത് നെതന്യാഹു അല്ല. തീർച്ചയായും ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ പോലുള്ള ഒരു പദവിയിലുള്ള വ്യക്തി, അതുപോലെ ആർമി കമാൻഡർ ഓഫീസേഴ്സും പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെയുള്ള ഹോസ്റ്റേജസിനെ കൊന്നത് ഇസ്രായേലിന്റെ ബോംബാക്രമണം, വ്യോമാക്രമണമോ അല്ല. അവിടെയുള്ള 2 കുഞ്ഞുങ്ങളെ കൊന്നത് ഹമാസ് ആണ്. അവരുടെ കൈകൾ കൊണ്ട് തന്നെ അടിച്ചു കൊന്നിട്ടുണ്ട്. 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെയും 10 മാസമുള്ള ഒരു കുഞ്ഞിനെയും അവരുടെ കൈകൾ കൊണ്ട് തന്നെ ഹമാസ് അടിച്ചു കൊന്നു എന്ന് പറയുന്നു. ഇതിന് തീർച്ചയായും ഞങ്ങളുടെ പ്രതികാരമുണ്ടാകുമെന്നും ഇസ്രായേൽ പറയുന്നു. ഇതൊരു വലിയ പിരിമുറുക്കം തന്നെ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഒരു ഉത്കണ്ഠ വർദ്ധിക്കാൻ 2 കാരണമുണ്ട്. ഒന്നാമത്തേത്, സീസ് ഫയർ അവിടെ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇന്നത്തെ ദിവസം 6 ഇസ്രായേലിയരെ ഹമാസ് വിട്ടയക്കണം. കൂടാതെ 1000-ലധികം പലസ്തീനരെ മോചിപ്പിക്കേണ്ട ഒരു നിർബന്ധത്തിലാണ് ഇസ്രായേൽ. ഇതിനിടയിൽ ഇങ്ങനെയുള്ള പ്രശ്നം വരികയാണെങ്കിൽ തീർച്ചയായും സീസ് ഫയർ അവിടെ തന്നെ അവസാനിക്കും. അടുത്ത് അമേരിക്കയുടെ ഇടപെടൽ. അമേരിക്ക പറഞ്ഞത്, ഗാസയിൽ മുഴുവനായും ഞങ്ങളുടെ സൈന്യത്തെ നിർത്തും, ഗാസയെ ഞങ്ങൾ പുനർനിർമ്മിക്കുമെന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഇസ്രായേലിന്റെ സൈന്യത്തെ തന്നെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഹമാസ് ഇപ്പോ അമേരിക്കയുടെ സൈന്യം വരികയാണെങ്കിൽ ഗൊറില്ല യുദ്ധതന്ത്രത്തിൽ അവർ വളരെ കാലം യുദ്ധം ചെയ്യും. എന്നാൽ അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടങ്ങളെയും നാശത്തെയും അവരെ കൊണ്ട് തടയാൻ സാധിക്കില്ല. ഇതിൽ ഏത് തീരുമാനമാണ് സ്വീകരിക്കാൻ പോകുന്നത്? ഇസ്രായേൽ അടുത്ത ഘട്ടമായി എന്ത് ചെയ്യാൻ പോകുന്നുവെന്നുള്ളതെല്ലാം ഒരു വലിയ ചോദ്യമാണ്. ഈ ചോദ്യം ഒരു ഭാഗത്തുള്ളപ്പോൾ അടുത്തത് റഷ്യ ഉക്രൈൻ യുദ്ധം. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി അറിയാം. ഈ ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുന്ന ഓരോ വാക്കുകളും ഇപ്പൊ എല്ലാവരും റിപ്പീറ്റ് മോഡിൽ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുടിൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഉക്രൈൻ ഭൂപ്രദേശത്തെ അദ്ദേഹത്തെ കൊണ്ട് മുഴുവനായും പിടിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ പുടിൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പുടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചയ്ക്ക് ഏർപ്പെടണമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. ഇതാണ് അമേരിക്കയും ആഗ്രഹിക്കുന്നത്. പക്ഷെ അതേസമയം ഉക്രൈനെ എന്തുകൊണ്ട് ഈ ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്നുള്ള ചോദ്യവും അവിടെ വരുന്നുണ്ട്. അതിന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഉക്രൈനെ ഞങ്ങൾ സംസാരിക്കാൻ വിളിച്ചിരുന്നെങ്കിൽ ഇതുവരെയും ഉക്രൈൻ ചെയ്തതെല്ലാം മണ്ടത്തരമായ നെഗോസിയേഷൻസ് ആയിരുന്നു. ഈ പുവർലി നെഗോസിയേഷൻ ക്യാരക്ടറുള്ള ഉക്രൈനെ ഞങ്ങളുമായി ചർച്ച നടത്താൻ വിളിച്ചുകൊണ്ടുവന്നാൽ ഞങ്ങൾക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കില്ല, അവർക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കില്ല. ആർക്കും യാതൊരു പ്രയോജനവും ഇല്ലാതെ ഇത്രയും രാജ്യങ്ങളുടെ സംയുക്ത സമ്മേളനം നടന്നിട്ട് എന്താണ് പ്രയോജനം? അതുകൊണ്ടാണ് ഞങ്ങൾ ഉക്രൈനെ വിളിക്കാൻ ആഗ്രഹിക്കാത്തത് എന്നും പറഞ്ഞു. അപ്പോ പുവർലി നെഗോസിയേഷൻ ആണോ ഉക്രൈൻ സെലൻസ്കി ചെയ്തത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് ആവശ്യമായ ആയുധങ്ങൾ, അവർക്ക് ആവശ്യമായ സാമ്പത്തികം സഹായം ഇവയെല്ലാം ചോദിക്കുന്നു എന്നതല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സെലൻസ്കി ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു കുറ്റാരോപണവും ട്രംപ് നടത്തി. അതേ ട്രംപിനെ സെലൻസ്കി കാണാൻ ശ്രമിച്ചു എന്നുള്ള വിവരവും പല മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. പറഞ്ഞു വന്നാൽ, പുടിനെ കാണുന്നതിന് മുൻപ് തന്നെ ട്രംപിനെ കാണണം എന്ന് ഒറ്റക്കാൽ നിൽക്കുകയായിരുന്നു സെലൻസ്കി. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അതിന് സമ്മതം അറിയിക്കാത്തത് കൊണ്ടാണ് സെലൻസ്കിയും ഡൊണാൾഡ് ട്രംപും പരസ്പരം കണ്ടുമുട്ടാത്തത്. അല്ലെങ്കിൽ തീർച്ചയായും സെലൻസ്കി ആദ്യമേ തന്നെ ട്രംപിനെ കണ്ട് ഉക്രൈന് എന്ത് ആവശ്യമാണ് എന്നുള്ളത് വ്യക്തമാക്കുകയും അതിനുശേഷം റഷ്യയുടെ പ്രസിഡന്റ് പുടിനുമായുള്ള ചർച്ചകൾ നടന്നിരിക്കുമെന്നും പറയുന്നു. എന്തെങ്ങനെയായാലും ഇപ്പോൾ പുടിന്റെ നേതൃത്വത്തിലുള്ള വ്യക്തികൾ, ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള വ്യക്തികൾ എല്ലാവർക്കും ഇടയിലുള്ള ചർച്ചകൾ അവസാനിച്ചു. ആദ്യഘട്ട ചർച്ച തന്നെ വളരെ പോസിറ്റീവായ ഇമ്പാക്ട് ഉണ്ടാക്കിയെന്നും പറയാം. ലോക രാഷ്ട്രീയത്തിൽ 2 ദിശയിലായിരുന്ന രാജ്യങ്ങൾ ഇപ്പോൾ സുഹൃത്തുക്കളായി മാറുമെന്നുള്ള പ്രതീക്ഷയുള്ളപ്പോഴാണ് യൂറോപ്യൻ രാജ്യങ്ങൾ വരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് 19 യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്നാൽ മാത്രമേ ഒരു അമേരിക്ക, $30 ട്രില്യൺ അമേരിക്കൻ ഡോളർ, ഏകദേശം അമേരിക്കയിലുള്ള ബ്രിഗേഡ്സിനെക്കാളും യൂറോപ്പിലുള്ള അത്രയും രാജ്യങ്ങളുടെ ബ്രിഗേഡ്സും ചേർത്താൽ പോലും അമേരിക്കയോട് ചേരില്ല. റഷ്യയുടെ മൊത്തം ബ്രിഗേഡ്സ് എന്ന് പറയുമ്പോൾ 220 ഉണ്ട്. പക്ഷേ ഉക്രൈനിൽ വെറും 100, 110 ആ ഒരു ലെവലിൽ മാത്രമേ ഉള്ളൂ. ഇത് തന്നെ ഉക്രൈന് വലിയൊരു തിരിച്ചടിയാണ്. അപ്പോ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ, ഓരോ രാജ്യങ്ങളും എത്ര ചിലവാക്കണം എന്നുള്ള ഒരു കണക്കിലേക്ക് വരികയാണ്. സത്യത്തിൽ ആ കണക്കെടുത്താൽ മാത്രമേ ശരിയാവുകയുള്ളൂ. കാരണം അമേരിക്ക ഇല്ലെങ്കിൽ തീർച്ചയായും ഉക്രൈനെ സംരക്ഷിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ
രാജ്യങ്ങളാണ് ശരിയെന്ന തീരുമാനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോ അവരുടെ മനസ്സിലുള്ളതെല്ലാം എത്ര ചിലവാകും, എത്ര നമ്മൾ ചിലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇതിനു വേണ്ടി കളമിറങ്ങുകയാണ് കീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വേൾഡ് എക്കണോമി എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് ഒരു വർഷത്തിൽ 250 ബില്യൺ യൂറോസ് യൂറോപ്യൻ രാജ്യങ്ങൾ ചിലവാക്കേണ്ടി വരും ഉക്രൈനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ആ ഒരു തുക ഒരല്പം കുറഞ്ഞാൽ പോലും ഉക്രൈനെ സംരക്ഷിക്കാൻ സാധിക്കില്ല. അതും ആ തുക അവർക്ക് ആവശ്യമായ സമയത്ത് ഉടനടി ലഭിക്കുകയും വേണം. ഏതെങ്കിലും തരത്തിൽ ഒരു കാലതാമസം വന്നാൽ വീണ്ടും അത് റഷ്യയ്ക്ക് ഒരു പോസിറ്റീവായി മാറും. പറഞ്ഞു വന്നാൽ ഉക്രൈൻ അവിടെ പരാജയപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. 250 ബില്യൺ യൂറോസ് എന്നത് ഒരു സാധാരണ കാര്യമേ അല്ല. യൂറോപ്യൻ രാജ്യങ്ങളെ കൊണ്ട് ഇതിപ്പോ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം അവരോട് തന്നെ ചോദിക്കാം. ശരി, ഇതിപ്പോ ഉക്രൈനിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയല്ലേ ഈ കണക്കെടുത്തത് എന്ന് ചിന്തിക്കാം. അടുത്തത് ജർമ്മനിയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിന്റെ ഒരു കണക്കെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 3 ലക്ഷം സൈനികരെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈനെ ചുറ്റിപ്പറ്റി നിർത്തേണ്ടതായി വരും. ഉക്രൈനെ ചുറ്റി 3 ലക്ഷം സൈനികർ നിന്നാൽ മാത്രമേ റഷ്യയുടെ ആക്രമണത്തിൽ നിന്നും ഉക്രൈനെ രക്ഷിക്കാൻ സാധിക്കൂ. ഈ 3 ലക്ഷം സൈനികർ മാത്രം അല്ല, 50 പുതിയ ബ്രിഗേഡ്സിനെയും സൃഷ്ടിക്കണം. ഈ 50 പുതിയ ബ്രിഗേഡ്സിനെ സൃഷ്ടിക്കേണ്ടതിന് പല ലെവൽസ് ഓഫ് അംഗീകാരം ലഭിക്കണം. അതുപോലെ ആയുധങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തണം. അതായത് ഈ ലെവൽ 1-ലുള്ളവർ, ലെവൽ 2-ലുള്ളവർ, ഈ ബ്രിഗേഡ്സിലുള്ളവർക്കും ഫ്രണ്ട് ലൈനുള്ള എല്ലാവർക്കും ആയുധങ്ങൾ, അതുപോലെ മറ്റ് സഹായങ്ങൾ നൽകാനുള്ള പല ഗ്രൂപ്പുകൾ നിർമ്മിക്കേണ്ടി വരും. അടുത്തത്, അവർ എന്തെല്ലാം മാനുഫാക്ചർ ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് 1400-ലധികം ടാങ്കുകൾ നിർമ്മിക്കണം. അതും ഉടൻ തന്നെ 1400-ലധികം ടാങ്കുകളും 2000-ലധികം ഇൻഫാൻട്രി ഫൈറ്റിംഗ് വെഹിക്കിൾസും അതുപോലെ ആർമഡ് പേഴ്സണൽ കാരിയേഴ്സ് ഇവയെല്ലാം നിർമ്മിക്കണം. ഇവയെല്ലാം നിർമ്മിച്ചാൽ മാത്രമേ നമ്മെ കൊണ്ട് ഉക്രൈനെ രക്ഷിക്കാൻ സാധിക്കൂ, റഷ്യയുടെ ആക്രമണത്തിൽ നിന്നും ഉക്രൈനെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ എന്നുള്ള ഒരു കണക്കിൽ വന്നിട്ടുണ്ട് ജർമ്മനി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇതെല്ലാം അവരെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കുമോ? ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി ഈ 4 രാജ്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ പോലും ഇത്രയും കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. 50 പുതിയ ബ്രിഗേഡ്സ്, 3 ലക്ഷം സൈനികർ, 1400-ലധികം ടാങ്കുകൾ, 2000-ലധികം ഇൻഫാൻട്രി ഫൈറ്റിംഗ് വെഹിക്കിൾസ് ഇവയൊന്നും സൃഷ്ടിക്കാൻ സാധിക്കില്ല. കമ്പൈൻ ചെയ്താൽ പോലും അവരെ കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, അവരുടെ ഡിഫൻസിനായിട്ടുള്ള എക്സ്പെൻസസ്, ഇപ്പോ അവർ ഡിഫൻസിന് വേണ്ടി GDP-യിൽ നിന്നും 2% ചിലവഴിക്കുന്നുണ്ട്. എന്നാൽ ഒരു യുദ്ധ സാഹചര്യം വരുമ്പോൾ ഉക്രൈനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമേ ഉക്രൈനെ സംരക്ഷിക്കാൻ സാധിക്കൂ. അമേരിക്കയ്ക്കെതിരെ വലിയ രീതിയിൽ റഷ്യയെ എതിർത്ത് യുദ്ധം ചെയ്യണം എന്നുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവരുടെ പ്രതിരോധത്തിന് വേണ്ടി അവരുടെ GDP-യിൽ നിന്നും 4% ചിലവഴിക്കേണ്ടി വരും. എന്നാൽ ഈ 4% അവരുടെ ഡിഫൻസിന് വേണ്ടി ചിലവഴിക്കുന്നു എന്നുള്ള വാർത്ത ആ രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ എത്തുമ്പോൾ അവരുടെ രോക്ഷം വർദ്ധിക്കും. ഇതെന്താ ഇങ്ങനെ? ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും മാർഗമില്ല, പക്ഷെ മറ്റേതോ രാജ്യത്തിന് കോടിക്കണക്കിന് ഡോളർ നിങ്ങൾ ചിലവഴിക്കുന്നു. ഇതൊക്കെ ശരിയാണോ എന്ന് അവിടെയുള്ള ഭരണകക്ഷിയെ നോക്കി ജനങ്ങൾ ചോദ്യം ചോദിക്കും. അങ്ങനെ ആഭ്യന്തര യുദ്ധം പുറപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെ ഭരണം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇവയെല്ലാം ജർമ്മനിയും ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ വിശകലനം ചെയ്യുകയാണ്. ഇന്ന് ജർമ്മനിയിലെ ഒരു മാസികയിൽ വന്ന ഫ്രണ്ട് പേജ് നോക്കുക. വഞ്ചിക്കപ്പെട്ടയാൾ എന്ന ടൈറ്റിലോടുകൂടി സെലൻസ്കിയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വഞ്ചിക്കപ്പെട്ടയാൾ, പിന്നിൽ നിന്നും കുത്തിയത്, ഇത് ആരാണെന്ന ചോദ്യം വന്നാൽ അതിനുള്ള ഉത്തരവ് ലഭിച്ചിട്ടുണ്ട്. അത് അമേരിക്ക. അപ്പോ അമേരിക്ക സെലൻസ്കിയെ വിശ്വസിപ്പിച്ച് വഞ്ചിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം ഉക്രൈന് നമ്മൾ തന്നെ സഹായം ചെയ്യണമെന്നുള്ള രീതിയിൽ ഇപ്പൊ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് ജർമ്മനി. ഇവിടെ നമ്മൾ ഉക്രൈനെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതിയോ? റഷ്യ എന്താണ് ചെയ്യുന്നത്? റഷ്യ അവർ പിടിച്ചു വച്ചിരിക്കുന്ന ഭൂപ്രദേശം, ഉക്രൈന്റെ ഭൂപ്രദേശത്തിൽ എല്ലാം ശരിയാക്കണം. അവിടെ $300 ബില്യൺ ചിലവാക്കാൻ പോവുകയാണ്. 300 ബില്യൺ അമേരിക്കൻ ഡോളർ റഷ്യക്ക് പെട്ടെന്ന് എവിടെ നിന്നും ലഭിക്കും? അവർ ഈ തുക ചിലവഴിക്കാൻ പോകുന്നത് ഉക്രൈനിലല്ലേ? ഉക്രൈന്റെ പിടിച്ചെടുത്തിരിക്കുന്ന പ്രദേശങ്ങളിലാണ്. ആ പ്രദേശങ്ങളിൽ ഒരുപാട് ധാതു വിഭവങ്ങൾ ഉണ്ടല്ലോ. ആ മിനറൽസ്, ആ ഫ്രീസ് അസറ്റ്സ് എല്ലാം എടുത്ത് വിറ്റ് 300 ബില്യൺ എടുക്കുക. എന്നിട്ട് എന്തുകൊണ്ട് ആ പണം ഉപയോഗിച്ച് അവിടെയുള്ള ജനങ്ങളെ സഹായിച്ചുകൂടാ? അത് റഷ്യയുമായി ചേർക്കാൻ പാടില്ല. അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പാടില്ല. അവിടെയുള്ള ജനങ്ങൾക്ക് ജോലി നൽകാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമല്ലോ എന്ന ഒരു ചിന്തയിലേക്ക് വന്നിരിക്കുകയാണ് റഷ്യ. എങ്ങനെയായാലും മാറി മാറി ഉക്രൈന് തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഉക്രൈൻ എങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക.
ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.